മീനുണ്ട്. യെസ്. ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മലയാളി പയ്യ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. ചെറിയൊരു പരിപാടിയാണ്. കുറച്ച് ജീവനുള്ള മീനുകളെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് മൈദയും കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഴച്ചിട്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടുള്ള മീൻപിടുത്താണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ആരലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയൊരു പരലിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ മുള്ളിൽ തട്ടാതെ നെയ്സിലൊന്നിങ്ങനെ കോർത്തെടുത്തിട്ട് നമ്മൾ ഏർച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കാസ്റ്റ് ചെയ്ത് ഇടാൻ പോവുകയാണ്. ആരൽ അങ്ങനെയുള്ള മീനുകൾ മനഞ്ഞിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് എറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചൂണ്ട താഴ്ന്ന് അടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് ഒരു ടൈറ്റിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാൻ പോവാണ്. അഥവാ മീൻ നമുക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുപ്പി തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ആരെങ്കിലും മറിഞ്ഞിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, അത് ഏകദേശം വിഴുങ്ങിയിട്ടാണ് ഇത് ഓടാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല. നമ്മുടെ കുപ്പി തിരിയുമ്പോൾ വന്നിട്ട് നമുക്ക് എടുത്തിട്ട് വലിച്ചിട്ട് കയറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ നോക്കാം കേട്ടോ. അടുത്തത് ഇതേപോലെ എറിഞ്ഞു വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ വാള അങ്ങനെയുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെമ്പട എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവനെയും നമ്മൾ കുറച്ച് ലോങ് കാസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ചൂണ്ട ഒന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ 1, 2, 3 വട്ടം ഇങ്ങനെ കറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് കണ്ടത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നോക്കാം ഫസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ. നമ്മൾ ഫസ്റ്റ് തന്നെ വലിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് പിടിച്ച് നോക്കുകയാണ് ആദ്യം മീൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. മീനുണ്ട്. യെസ്, അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ? കല്ല് കുടുങ്ങിയോ? കിട്ടോ? നമുക്ക് കുറച്ചു നേരം ഇവിടെ തന്നെ വെച്ചോ. റിയാസാ, ഒന്ന് ടൈറ്റ് ചെയ്തിട്ടേ ഇവിടെ തന്നെ വെക്കാം. എന്തായാലും മീൻ കുടുങ്ങിയിട്ടുണ്ട്. കല്ലിനോട് കയറിണ്ടാവല്ലേ? പുറത്ത് പോന്നാലും കിട്ടും. കല്ല് ടൈറ്റിലൂടെ ഇരിക്കും. ആരില്ലല്ലേ നമ്മളെ ഉണ്ടോ? ശരിക്ക് ഇത് മിണുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പൊക്ക് സാധനം പോകും. ശരിക്കും നമ്മളെ കല്ലേരിനെ മുണുങ്ങിയിട്ടില്ല, തോർത്ത് കൂട്ടി പിടിച്ചിട്ടില്ല എന്നുള്ളത്. ആരെല്ലാം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, ഇതേപോലെ വല്ല കോല എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഈ കണുപ്പ് പൊട്ടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മളെ കുളത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ കുളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് റിട്ടേൺ അങ്ങോട്ട് തന്നെ വായിലേക്ക് തള്ളി വിടുക. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിപ്പോരും. അപ്പോൾ
ആളിപ്പോഴും ജീവൻ പോയിട്ടില്ല. ഇതിൻ്റെ വാലിന് കണ്ടോ നിങ്ങൾ, നല്ല ഷാർപ്പായിട്ടൊരു മുള്ളുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ തലമ്മയൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ വാലുകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് നല്ല കുത്തി കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് അവരിലിടാം അല്ലേ. വെരി ഗുഡ്. അപ്പോൾ മച്ചന്മാരെ നമ്മളെ മത്തിനെ കിട്ടിയിട്ടുണ്ട്, പുഴ മത്തി. അറിയോ ഇതല്ല, ഇതാണ്. അത് ക്ലാരിറ്റി ഉണ്ടോ കയ്യിൽ? അപ്പോൾ ഇതാണ് പുഴമത്തി എന്ന് പറയുന്ന സാധനം കേട്ടോ. നമ്മുടെ പുഴയിലൊക്കെ ഉള്ള ഒരു തരം മീനാണ്. ശരിക്കും മത്തിൻ്റെ പോലെ തന്നെയാണിത്. അയ്യോ, അപ്പോൾ മച്ചന്മാരെ വീണ്ടും നമ്മുടെ പുഴമത്തി. ഇതിങ്ങനെ ഇരുന്നോ? അപ്പോൾ വീണ്ടും മച്ചന്മാരെ പുഴമത്തി ഇതിങ്ങനെ നോക്കിയിരുന്നു അറിയാതെ. വീണ്ടും മത്തിക്കറി, മത്തിക്കറിയല്ല, അത് വീണ്ടും നമ്മളെ പുഴമത്തി കിട്ടി. എന്താ പടച്ചിലുണ്ട് സംഭവം, ഒരു മുതലാട്ടോ. ഇതെടുത്താ നല്ല ആംഗിളിൽ. വരുന്നില്ല. അപ്പോൾ മച്ചന്മാരെ വീണ്ടും നമുക്ക് പുഴമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ മത്തിയുടെ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ. പുഴമത്തി എന്ന് ഞാൻ വെറുതെ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഏകദേശം നല്ലൊരു മത്തിയുടെ സ്റ്റൈൽ തന്നെയാണ് ആൾക്ക്. അപ്പോൾ നമ്മളേതായാലും കുറച്ചുകൂടെ പിടിക്കാൻ പോവാണ്. ഏകദേശം നമുക്കൊരു 8-10 കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇന്നത്തെ നമ്മുടെ ഫിഷിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം കൂടുതലായിട്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടിയില്ല. പിന്നെ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് നല്ല എന്താ പറയുക, നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ആറിലാണ്. നമ്മുടെ അടുത്ത് എന്താ വലയൊന്നും ഇടാല്ലാത്തതുകൊണ്ട് ഈ പരുവായിട്ടുണ്ട് ആള്. പിന്നെ നമ്മൾ മൈദയിൽ പിടിച്ച കുറച്ച് മീൻ പറഞ്ഞല്ലേ ഞാൻ, അതായത് പുഴമത്തി എന്ന് പറഞ്ഞത്. ഇത് പുഴമത്തി ഒന്നല്ല കേട്ടോ, ഇത് വേറെന്തോ മീനാണ്. അപ്പോൾ അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാടെണ്ണം നമുക്ക് ഉക്കിന്ന് അഴിഞ്ഞു പോയിട്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.